പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള ബ്രാഹ്മണനാക്കുന്നെങ്കിൽ ഇത്രത്തോളം പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള അഖിൽ മരാറിനെ ഒരു ബ്രാഹ്മണനായി കണ്ടിട്ട് ശബരിമല മേൽശാന്തിയാക്കും? വേടന്റെ വിഷയത്തിൽ അതൊരു രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയാണെന്ന് മാരാർക്ക് പറയാൻ പറ്റുന്നെങ്കിൽ അയാളുടെ വളർച്ചയ്ക്ക് അയാളുടെ ജാതി തടസ്സമായിരുന്നു. എനിക്കിപ്പോഴും വേടന്റെ ജാതി എന്താന്ന് പോലും അറിയില്ല കേട്ടോ. ജാതി ദളിത് ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ ഒരാളുടെ 5 ലക്ഷത്തിൽ നിന്നുള്ള പ്രതിഫലം 25 ലക്ഷത്തിലേക്ക് ഉയർത്തി കൊടുക്കുന്നത്? വേടം റേപ്പ് കേസിൽ പെട്ടപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല. ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ 2017 ഒരു ക്രിമിനൽ പറയുകയാണ്, ഇന്നാൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. കേരള സമൂഹം ദിലീപിനെ തള്ളി പറഞ്ഞു. ഇപ്പം റീസെന്റ് ആയിട്ടുള്ള ഒരു കഞ്ചാവ് കേസിൽ അയാൾ പിടിക്കപ്പെടുന്നു. അയാളുടെ കഴുത്തിൽ പുലിപ്പല്ല് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ഫോറസ്റ്റ് ഒരു കേസ് എടുത്തപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. ദളിതനെ സർക്കാർ പീഡിപ്പിക്കുകയാണോ? പക്ഷെ പുറത്തിറങ്ങിയ വേടൻ പാട്ട് കല എന്നത് മാറ്റി വേടൻ പിന്നീട് പറയാൻ തുടങ്ങിയത് രാഷ്ട്രീയമാണ്. അവിടെയാണ് അപകടങ്ങൾ വന്നു പറയുന്നത്. വെല്ലുവിളിയാണ്. ഇത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കണം. 1 വർഷം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജനറൽ സീറ്റിൽ ദളിതനെ നിർത്തി മത്സരിപ്പിച്ചിട്ട് ഞങ്ങൾ ജയിപ്പിക്കും, ഇന്നാട്ടിലെ മനുഷ്യർക്ക് ജാതിയില്ല എന്ന് തെളിയിച്ച് വേടനെ മത്സരിപ്പിച്ചു. അപ്പുറത്ത് വേണമെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കും. അല്ലാതെ ഞാൻ ദളിതനാണ്, നീ നായരാണ്, നീ മറ്റവനാണ്, ആണേൽ എനിക്കൊരു കോപ്പുമില്ല എന്നൊന്നും പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുകയല്ല വേണ്ടത്. ഒരാൾ എഴുതുന്ന വരികൾ അത് മറ്റുള്ളവരിലേക്ക് ഇത്രത്തോളം ഇൻജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് എത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അനുഭവിച്ച ഒരുപാട് പേര് സമൂഹത്തിലുണ്ടെന്നും കൂടി വേണം മനസ്സിലാക്കുന്നത്. കല മാറ്റി പാട്ട് മാറ്റി വേടൻ രാഷ്ട്രീയം പറയാൻ തുടങ്ങി. കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിയെന്നാണ് ജയ് ശ്രീരാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദളിതരുടെ DNA-യിൽ പഠിക്കാനുള്ള ഇല്ല എന്ന് പറയുന്നു. ആ വിവരം കെട്ട അരുൺകുമാർ എന്ന് പറയുന്ന അയാൾ പ്രൊഫസറാന്നാണ് പറയുന്നത്. കറക്റ്റ് എന്ന് ആ ഇന്റർവ്യൂ ഒന്ന് ലോകത്ത് ആരെന്തോ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാത്ത അരുൺകുമാർ ഇളിച്ചോണ്ട് ഇയാളത് പറയുമ്പോൾ പറയാണ് കറക്റ്റാണ്. ബിഗ് ബോസ് വിനു ശേഷമായതിനു ശേഷം സ്വീകാര്യത കിട്ടിയതിനു ശേഷം കിട്ടുന്ന ഒരു പ്രതിഫലം കുത്തിനെ വരുന്നുണ്ട്. എവിടെയോ കിടന്ന അഖിൽമാരാര് റേപ്പ് കേസിലും കഞ്ചാവ് കേസിലും പിടിക്കപ്പെട്ടതിന് ശേഷം വെയിറ്റ് കൂട്ടിയതല്ല. ഞാൻ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അഖിലിനൊപ്പം എന്തിന് മാരാര് വാല് വെച്ചു? ഈ നായന്മാരിലെ മാരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. അഖിൽ മരാറിന്റെ ജാതിയത ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമനെ അറിയില്ലെന്ന് പറയേണ്ട കാര്യം എന്താണ്? അപ്പൊ അത് ആരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഡബ്സിയെ ഒരു പർട്ടിക്കുലർ കേസിൽ പിടിക്കപ്പെടുന്നു എന്ന് വെച്ചോളൂ. പുറത്ത് കേസ് പിടിക്കപ്പെട്ട് ഡബ്സിയെ കൊണ്ട് പോലീസ് പല സ്ഥലത്തും പോകുമ്പോഴത്തേക്ക് ഒരു സ്വരം പുറത്ത് ഉയരുകയാണ്, മുസ്ലിം ആയതുകൊണ്ട് ഡബ്സിയെ ഉപദ്രവിക്കുകയാണല്ലോ, മുസ്ലിം ആയതിൻ്റെ പേരിൽ ഡബ്സിയെ വേദനിപ്പിക്കുകയാണല്ലോ, മുസ്ലിങ്ങളുടെക്കെതിരെ നടത്തുന്ന ഒരു നരവേട്ടയല്ലേ ഇത് എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഒരു ശബ്ദം ഉയരുകയും ഇതൊരു വിഭാഗം ഏറ്റുപിടിക്കുകയും എതിർക്കാൻ വരുന്നവൻ അത് അപ്പം ഒരു ഹിന്ദു ഒരുത്തൻ ചോദിക്കുകയാണ്, എൻ്റെ പൊന്ന് ചേട്ടാ അവനെ കേസിൽ പിടിക്കപ്പെട്ടതിൻ്റെ പേര് നിങ്ങൾ എന്ത് മുസ്ലിം എന്ന് പറഞ്ഞാൽ എടാ വർഗീയവാദി തെണ്ടി, നീ സംഘി തന്നെ. നവമാധ്യമങ്ങളിൽ എന്റർടൈൻമെന്റിന് അപ്പുറത്തേക്ക് ചൂടേറിയ ചർച്ചകൾ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ സജീവമായിട്ടുള്ള സാന്നിധ്യമാണ് ഇന്ന് ജിഞ്ചർ മേഡിയോടൊപ്പം ചേരുന്നത് റൈറ്റർ, ഡയറക്ടർ, ബിഗ് ബോസ് വിന്നർ അഖിൽ മരാർ. നമസ്കാരം. കയ്യിലെ തിളക്കൊക്കെ കൂടി തുടങ്ങിയല്ലോ. ഈ നോർമലി നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പം അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഞാൻ ബിഗ് ബോസ് വിന്നർ എന്നുള്ളതാണ് വിശേഷിപ്പിച്ചത്. ഒരു പക്ഷേ അഖിൽമാറിൻ്റെ ഒരു എൻ്റെ ലൈഫ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇന്നിങ്സ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലെ. അടുത്തൊരു ഘട്ടത്തിലേക്ക് കൃത്യമായി കടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ പണ്ട് അഖിൽമാരാർ പറയുന്ന വിഷയങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ 100 കണക്കിനോ അല്ലെങ്കിൽ 1000 കണക്കിനോ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലക്ഷക്കണക്കിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രമം കൊണ്ട് മാത്രമാണെന്നുള്ളത് പറയുമ്പോഴും ഇവിടെ എങ്ങനെയാണ് ഇതേ രീതിയിലേക്കുള്ള വളർച്ച കാലക്രമേണ ഉണ്ടായ വേടന്റെ വിഷയത്തിൽ അതൊരു രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയാണെന്ന് ആരാർക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞത് വേടന്റെ രാഷ്ട്രീയമായ അജണ്ടയെന്നല്ല. രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു അല്ലെങ്കിൽ ദളിത ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത്രത്തോളം ശ്രമിക്കുന്നതെങ്കിൽ ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണെന്നുള്ള രീതിയിലേക്ക് വേടന്റെ വളർച്ചയിൽ എങ്ങനെയാണ് അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പം ഞാൻ വേടനെ എപ്പോഴാണ് രോഹിത് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധയിൽ വരുന്നത് സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഇത്രത്തോളം വലിയ ഷോകളും അല്ലെങ്കിൽ ബന്ധപ്പെട്ടല്ല. ഏകദേശം എത്ര നാളുകൾക്ക് മുന്നെയാണോ? എനിക്ക് ഒരു 2-3 വർഷം. എനിക്ക് തോന്നുന്നു 2016 തോന്നുന്നല്ലോ വേടന്റെ ആദ്യത്തെ പാട്ട് സോങ് വരുന്നു. ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പൊതുവെ ഈ റാപ്പ് സോങ്ങുകൾ കേൾക്കുന്ന ഒരാളല്ല. ഇപ്പം ബിഗ് ബോസിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന റിനോഷിൻ്റെ 1 കോടിയിലധികം ആൾക്കാർ കേട്ടിട്ടുള്ള പാട്ടാണ് ഈ മല്ലു. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങി വന്നതിന് ശേഷം റിനോഷ് ചെയ്ത വർക്ക് എന്താണെന്ന് സെർച്ച് ചെയ്ത് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം പൊതുവെ റാപ്പ് സംഗീതം ഞാനങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ റാപ്പ് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർക്കുണ്ട്. അവർക്കിടയിൽ വേടന് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വേടനെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു റേപ്പ് അലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2023 ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരുന്നു. ആ പെൺകുട്ടി കോടതിയിൽ പരാതി കൊടുക്കാത്തത് കൊണ്ട് നമ്മളാരും അതിൻ്റെ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചില്ല. പക്ഷേ ഇദ്ദേഹം അതിന് മാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് 2022 കഞ്ചാവ് കേസുമായിട്ട് പിടിക്കപ്പെട്ടു. രണ്ടാമത് വീണ്ടും കഞ്ചാവ് കേസുമായി പിടിക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു പരിധി മൊത്തം എടുത്ത് നോക്കൂ. ആരെങ്കിലും കേരളത്തിൽ ഇദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം ചെയ്തിട്ടുണ്ടോ?
ഞാൻ പറഞ്ഞത് 2016 ചെറിയ രീതിയിൽ തുടങ്ങി, താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്നു, പതിയെ 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 തൻ്റെ കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഒരു ഓറയുള്ളൊരു പാട്ടുകാരനാണ്. ഭയങ്കരമായ രീതിയിൽ ഓഡിയൻസിനെ ആകർഷിക്കാൻ ശേഷിയുള്ള, വാക്കുകളിലും വരികളിലും അഗ്നി പടർത്താൻ ശേഷിയുള്ള ഒരു പാട്ടുകാരൻ തന്നെയാണ്, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് അയാളിലേക്ക് ഒരുപാട് പേർ ആകർഷകരായത്. അയാളുടെ വളർച്ചയ്ക്ക് അയാളുടെ ജാതി തടസ്സമായിരുന്നു. എനിക്കിപ്പോഴും വേടൻ്റെ ജാതി എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ. ജാതി അറിയാതെയാണ് പിന്നെ ആള് ദളിത് ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്നു. അല്ലല്ല, അത് വേണം പറഞ്ഞ വേടനിലൂടെ മറ്റുള്ളവർ ആരോപിക്കുന്ന ആരോപണങ്ങളാണ്. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്, ഇത്രയേ ഉള്ളൂ. അതായത് ആ വളർച്ചയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അതായത് അകമ്പടിയോടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അജണ്ടയോ ഉണ്ടായിരുന്നു? ആ വളർച്ചയ്ക്ക് ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് അഖിൽമാരാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നൊരു കാര്യമുണ്ട്. അത്തരത്തിൽ ദളിത് ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ ഒരാളുടെ 5 ലക്ഷത്തിൽ നിന്നുള്ള പ്രതിഫലം 25 ലക്ഷത്തിലേക്ക് ഉയർത്തി കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്? അത് ആരെങ്കിലും ഉയർത്തി കൊടുക്കുന്നത് ആരാ? ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? അല്ല, അത് രാഷ്ട്രീയ പാർട്ടി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ശരിക്കും അടുത്ത വരികളിലാണ് ഇത് കുറിക്കുന്നത്. അല്ല, ഞാൻ അത് എപ്പോഴാണ്, നമ്മൾ ഏത് സാഹചര്യത്തിലാണ്, എന്തുകൊണ്ടാണ് 2024 നമ്മൾ വേടനെ കുറിച്ചൊന്നും പറയാഞ്ഞത്? വേടൻ റേപ്പ് കേസിൽ പെട്ടപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ 2017 ഒരു ക്രിമിനൽ പറയുകയാണ്, ഇന്നാൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. കേരള സമൂഹം ദിലീപിനെ തള്ളി പറഞ്ഞു, ഭീകരമായിട്ട് ഒറ്റപ്പെടുത്തി. ചെയ്യാൻ അയാളോട് കാണിക്കാൻ പറ്റുന്ന എല്ലാ ക്രൂരതയും കാണിച്ചു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ മലയാളത്തിലെ പല നടന്മാർക്കെതിരെയും ഇതേ ആരോപണം വന്നു. വേടന് സമാനമായി വന്ന ആരോപണമാണ്. അതൊന്നും തന്നെ ആ നിമിഷം അല്ലെങ്കിൽ ഇന്നുണ്ടായ പീഡനം നാളെ പറഞ്ഞതല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പിന്നീട് ഹേമ കമ്മീഷനിൽ പറയുന്നത്. വേടനെതിരെയും ഇത്തരത്തിലൊരു ആരോപണം വന്നിട്ടുണ്ട്. പക്ഷേ വേടൻ ഇത് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്തുണ്ട്. മാപ്പ് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചായിരുന്നു ന്യായീകരണം. ഈവൻ പാർവതി തിരുവോത്ത് പോലും മാപ്പ് പറഞ്ഞതിൻ്റെ പേരിൽ പോയി ലൈക്ക് അടിച്ചതിൻ്റെ പേരിൽ പിന്നീട് വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കുന്ന പ്രശ്നമേ ഉള്ളൂ കേരളത്തിലെങ്കിൽ, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ മാപ്പ് കൊടുക്കണം. ഇനി ഞാൻ എവിടെയാണ്, അതാ ഞാൻ പറഞ്ഞത്, 2021 22 23 24 25 തുടക്കത്തിലോ നമ്മൾ ആരും വേടനെ എതിർത്തിട്ടുമില്ല. വേടന്റെ പാട്ട് അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യം വേടനും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. വേടൻ പൂർണ്ണമായും ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമാണ് വേടനെ നമ്മൾ കേരളത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ വരികളിൽ കുറച്ചും കൂടെ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ ഉണ്ട് എന്നത് മാറ്റിവെച്ചാൽ ഒരു ഭാഗത്ത് പോലും അയാളെന്ന് പറയുന്ന കലാകാരൻ നമുക്ക് നാളിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എപ്പോഴാണ് നമുക്കിത് തോന്നിയത്? ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ഒരു കഞ്ചാവ് കേസിൽ അയാൾ പിടിക്കപ്പെടുന്നു. അയാളുടെ കഴുത്തിൽ പുലിപ്പല്ല് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ഫോറസ്റ്റ് ഒരു കേസ് എടുത്തപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. ദളിതനെ സർക്കാർ പീഡിപ്പിക്കുകയാണോ? സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യമാണത്. ദളിതർക്കെതിരെയുള്ള ക്രൂരമായ പ്രശ്നങ്ങളാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് വേടൻ എന്ന് പറയുന്ന കലാകാരനെ അംഗീകരിക്കാൻ കഴിയാത്ത അതാരാ? സർക്കാരിനെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് BJP യോ കോൺഗ്രസിനെയോ അല്ല. അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ഒരു ജനരോഷം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയ വേടൻ നോക്കിയപ്പോൾ തനിക്ക് മുൻപെങ്കും കിട്ടാത്ത വിധം, തൻ്റെ പരിപാടിക്ക് മുമ്പില്ലാത്ത വിധം ആൾക്കാർ വരുന്നു, മുൻപ് കിട്ടാത്ത വിധം സ്വീകാര്യത കിട്ടുന്നു. കിട്ടിയതിൻ്റെ കാരണം ഈ ജാതി കാർഡ് സോഷ്യൽ മീഡിയയിൽ അയാൾക്ക് അനുകൂലമായിട്ട് ഏതോ ഒരു വിഭാഗം ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല, യോജിക്കാനാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വേടൻ എന്നുള്ളതിന് സ്വീകാര്യത കിട്ടുന്നത് ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് അല്ല. അപ്പൊ അതിന് മുൻപായിട്ടും ഇത്രത്തോളം സ്വീകാര്യത കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു വിഷയം വന്നപ്പോഴാണെങ്കിലും ജനശ്രദ്ധയെ ആകർഷിച്ചത്, അല്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞത് അയാൾക്ക് അവിടെ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നത് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ മലയാള സിനിമയിൽ ഏതെങ്കിലും പ്രമുഖർ, ഇപ്പം മലയാള സിനിമയിൽ തന്നെ കഞ്ചാവ് മയക്കുമരുന്ന് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കരമായ ആരോപണങ്ങൾ ഇവർക്കെതിരെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇവരെയൊക്കെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കേസിൽ കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിലല്ല അറ്റാക്ക് വന്നത്, പിന്നീട് ഈ പുലിപ്പല്ലിൻ്റെ പേരിലായിരുന്നു അറ്റാക്ക് വന്നത്. അപ്പം ഞാനും അനുകൂലിച്ച് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ എടുത്തു വെച്ച് നോക്കിയാൽ മതി. ഞാൻ വേടനെ അനുകൂലിച്ചാണ് ഞാൻ ആ സമയത്ത് എഴുതിയേക്കുന്നത്. പക്ഷെ പുറത്തിറങ്ങിയ വേടൻ പാട്ട് കല എന്നത് മാറ്റി വേടൻ പിന്നീട് പറയാൻ തുടങ്ങിയത് രാഷ്ട്രീയമാണ്. അവിടെയാണ് അപകടങ്ങൾ വന്നു തുടങ്ങുന്നത്. ഈ പ്രത്യേകിച്ച് അരുൺകുമാറുമായിട്ട് കൊടുത്ത ഇന്റർവ്യൂ കൂടെ കഴിയുന്നതോടുകൂടി, അതായത് വേടൻ സംസാരിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായിട്ട് അഖിൽമാർ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. വേടൻ എന്താണോ അനുഭവിച്ചത് എന്നുള്ള രീതിയിലേക്ക്, അതല്ല അതിന് കമ്പാരിസൺ ആയിട്ട് താരതമ്യം ചെയ്യുന്നത് മണിച്ചേട്ടന്റെ പാട്ടുകളായിട്ടുമായിരുന്നു. മണിച്ചേട്ടന്റെ ഇപ്പൊ ഒന്നിനെ വിമർശിക്കാനോ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനാണെന്നുണ്ടെങ്കിൽ പോലും മറ്റൊന്നിനെ താരതമ്യം ചെയ്ത് പറയുക ചെയ്യുന്നത്. അപ്പൊ മണിച്ചേട്ടൻ എഴുതിയത് സ്വന്തം അവസ്ഥയിൽ നിന്നാണ് മണിച്ചേട്ടൻ പാട്ടുകൾ എഴുതിയെന്ന് പറഞ്ഞോട് തന്നെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇത്രത്തോളം പഠിച്ചു മനസ്സിലാക്കിയും പറയുന്ന അഖിൽമാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റി. കാരണം മണിച്ചേട്ടൻ പാടിയ പാട്ടുകളെല്ലാം എഴുതിയത് അറുമുഖൻ എന്ന വ്യക്തിയാണ്. കൗണ്ടർ ചോദ്യമുണ്ട്.
സാധാരണ നമ്മളൊരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ നമ്മൾ നേരിട്ട് കാണാത്തടത്തോളം നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് സാധാരണ? അതെ. എങ്ങനെയാണ് റോഹൻ എങ്ങനെയാണ് ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ വിശ്വസിക്കുന്നത്? ഒരു കാര്യത്തിലേക്ക് ഓൾറെഡി അത് എഴുതിയ ഇപ്പോൾ പാടിയ ആള് തന്നെ അതിന് പരികൾ എഴുതണം, അല്ലെങ്കിൽ അവസ്ഥ അതുകൊണ്ടാണ് എഴുതിയെന്ന് ഇങ്ങനെ പറയാം. അങ്ങനല്ല റോഹൻ ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ ചെയ്യുമ്പോൾ അനിൽമാരാർ പറഞ്ഞൊരു കാര്യമുണ്ട്, മണിച്ചേട്ടൻ എഴുതിയത് തന്റെ അവസ്ഥ കൊണ്ടാണെന്നുള്ളതും, അതായത് വേടന്റെ കാര്യത്തിൽ വരുമ്പോ അത് അങ്ങനെയല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞു, അതായത് ഞാനത് പറഞ്ഞ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് നമ്മൾ ചില കാര്യങ്ങളെ പെട്ടെന്നൊരു ദിവസം എടുത്തു വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. 2025 തുടക്കം മുതൽ വേടനെ എതിർക്കാത്ത ഒരു വിഭാഗം ആൾക്കാർ, ഞാൻ ഉൾപ്പെടുന്ന കുറച്ച് പേർ, എന്തുകൊണ്ട് വേടനെ എതിർത്തു അവിടെ തൊട്ട് വേണം നമുക്ക് തുടങ്ങാൻ. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മരികവൽക്കരിക്കപ്പെട്ടവർക്കും കേരളത്തിലെ ദളിത് സമൂഹത്തിനും വേണ്ടിയാണ് വേടൻ എഴുതുന്നത് എന്ന് പറഞ്ഞപ്പോൾ പാലസ്തീനിലെ ജനത എന്ന് പറയുന്നത് കേരളവുമായിട്ടോ ഇന്ത്യയുമായിട്ടോ യാതൊരു ബന്ധമില്ല. മ്യാൻമാറിലെ ജനതയ്ക്ക് ഇവിടമായിട്ട് യാതൊരു ബന്ധമില്ല. ശ്രീലങ്കയിലെ തമിഴ് പുലികൾക്ക് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പം ഞാൻ അവിടെ ചോദിച്ചത് കലാഭമണി എഴുതിയത് പാടിയത് എന്ന് ഞാൻ പറഞ്ഞത് കുമ്പായി കുച്ചാണ്ടിന്റെ കാര്യം പറഞ്ഞോടെ പറയുന്നത്. ഞാൻ ആ പാട്ടിന്റെ വരികളിലൊക്കെ തന്നെ ദയനീയമായിട്ടുള്ള അവസ്ഥകൾ തന്നെയാണ് കേൾക്കുന്നത്. ഇത് ഗൂഗിളിന്റെ അറിവാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് തെറ്റാ, ഗൂഗിളിനും തെറ്റാ. ദ സോങ് കുമ്പായി കുച്ചാണ്ട് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് ദ നെയിം കുമ്പായി കുച്ചാണ്ട് ഈസ് റിട്ടൺ ആൻഡ് സങ് ബൈ കലാഭമണി. ഇറ്റ് ഈസ് എ പോപ്പുലർ മലയാളം ഫോക്ക് സോങ് ഫീച്ചേർഡ് ഇൻ ദ ആൽബം അത്തപ്പൂ അക്കോർഡിംഗ് ടു ജിയോ7. എന്നിട്ട് ജിയോ7ന്റെ പേജിലും കിടക്കുന്നത് ഉമ്പായി കുച്ചാണ്ട് സോങ് ആൻഡ് റിലിക്സ് ബൈ കലാഭമണി എന്നാണ്. ഇത് എന്റെ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ഗൂഗിളിന്റെ തെറ്റായിരിക്കാം. പക്ഷെ അത് നമ്മുടെ മാറ്റർ അല്ല. അതായത് ഇത് ആരെഴുതി അതിൽ ഒരു കാര്യം കൂടി പരികൂടി കൂട്ടി ചേർക്കത് പോയി. അപ്പോൾ ആ കാര്യത്തില് ഒരാള് എഴുതി വെച്ചു എന്ന് പോലും ഉറപ്പില്ലാതെ ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കി തെറ്റ് വന്നായിരിക്കാം. നമ്മുടെ മാറ്റർ അതല്ല ഞാൻ പറഞ്ഞു വന്നത്. അത്തരത്തിൽ ഒരാളെ വിമർശിക്കാൻ അവസ്ഥയിൽ നിന്ന് അവനവന്റെ അവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ അവനവന്റെ കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ചും, അത് കഴിഞ്ഞ് വേട്ടനും പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ അനുഭവിച്ചത് കൂടിയാണ് എഴുതുന്നത് എന്നുള്ളത്. ഇനി ആ എഴുതുന്ന ഒരാൾ എഴുതുന്ന വരികൾ അത് മറ്റുള്ളവരിലേക്ക് ഇത്രത്തോളം ഇൻജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് എത്തുന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് അത് അനുഭവിച്ച ഒരുപാട് പേര് സമൂഹത്തിൽ ഉണ്ടെന്നും കൂടി വേണം മനസ്സിലാക്കാൻ, അല്ലെ? ഇപ്പൊ ഞാൻ അവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് രോഹൻ. ആദ്യം ഇപ്പം ഞാൻ ഇതിനകത്ത് എപ്പോഴാണ് വേടനെതിരെ പറഞ്ഞു തുടങ്ങിയെന്നറിയാമോ? റിപ്പോർട്ടർ ചാനലിലെ വേടന്റെ ഇന്റർവ്യൂ വന്നതിന് ശേഷമാണ്. കല മാറ്റി, പാട്ട് മാറ്റി, വേടൻ രാഷ്ട്രീയം പറയാൻ തുടങ്ങി. വേടൻ അവിടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഈ ദളിതരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ജയ് ശ്രീറാം വിളിക്കുന്നത് കൊലപാതകികളാണ്, കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിയെന്നാണ് ജയ് ശ്രീറാമിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഇത് തിരിച്ച് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കാം. ഒരു കേരളത്തിൽ 5 നേരം കേൾക്കുന്ന വാക്കാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന വാക്ക്. എത്രയോ തീവ്രവാദികൾ ഈ ഒരു പദത്തെ കൊലപാതകത്തിന് മുമ്പും ടെററിസം ആക്ടിവിറ്റീസിന് മുമ്പും ഇങ്ങനെ വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഓരോ ദിവസങ്ങളിലും 5 നേരം ബാങ്കിൽ ഇത് വിളി മുഴങ്ങുന്ന ഉടനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വന്നിരുന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചുമ്മാ ചിന്തിച്ചു നോക്കൂ. ഈ ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾക്കിടയിൽ 100 കോടിയോളം വരുന്ന ഹിന്ദുക്കൾക്കിടയിൽ ചിലപ്പം ആ 100 കോടിയുടെ 1% എന്ന് പറഞ്ഞാൽ 1 കോടിയാണ്. 1 കോടിയുടെ 1% എന്ന് പറഞ്ഞാൽ 1 ലക്ഷമാണ്. 1 ലക്ഷത്തിൻ്റെ 1% എന്ന് പറഞ്ഞാൽ 1000ആണ്. 1000 പേര് പോലും എൻ്റെ അറിവിൽ ഈ രാജ്യത്ത് പശുവിൻ്റെ പേരിൽ ഒരു കൊലപാതക കേസിൽ പിടിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ നമ്മുടെ അറിവിൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള വർഗീയവാദികളായിട്ടുള്ള തലയ്ക്ക് വെളിവില്ലാത്തിട്ടുള്ള ആരോ ചെയ്ത വിളികളുടെ പേരിൽ ഹനുമാൻ ശ്രീരാമദാസനായി മാറി, ഹനുമാൻ ഭക്തിയോട് കൂടിയിട്ട് ധർമ്മത്തിന് വേണ്ടിയിട്ട് വിളിച്ച ഒരു വാക്കിനെ യാതൊരു അറിവുമില്ലാതെ വന്നിരുന്നിട്ട് പറയുന്നു രാമനെ അറിയാതെ രാവണനെ എങ്ങനെ അറിയാൻ പറ്റും? സേതുമാധവൻ ഇല്ലെങ്കിൽ കീരിക്കാടൻ ജോസിന് എന്ത് പ്രസക്തി? അപ്പോൾ ഇത് ആലോചിക്കണം. ഞാൻ പറഞ്ഞത് ഈ ഇൻ്റർവ്യൂ കേട്ടതിന് ശേഷമാണ് പ്രതികരിക്കുക. അതായത് ഇന്ത്യയിലെ ഈ കർക്കിടക മാസം വരാൻ പോകുന്നത് രാമായണ മാസം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശ്രീരാമനെ മര്യാദ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിനെ ഒരു വിഭാഗം ആക്ഷേപിക്കുന്നത് അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ച് കളഞ്ഞതാണെന്നാണ്. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം വന്നു കേരളത്തിൽ. മുഖ്യമന്ത്രി മകളെ സംരക്ഷിക്കത്തക്ക നിലപാടാണ് എടുത്തത്. ജനങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ജനത്തിൻ്റെ ആരോപണങ്ങൾക്ക് കാതു കൊടുക്കേണ്ടത് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഭരണാധികാരി ചെയ്യേണ്ടത് ഈ ആരോപണങ്ങൾ, എൻ്റെ മകളെ എനിക്ക് വിശ്വാസമാണ്, അവൾ തെറ്റൊന്നും ചെയ്യത്തില്ല, 100% എൻ്റെ മകൾ തെറ്റ് ചെയ്യത്തില്ല. പക്ഷേ ഞാൻ ഒരുപാട് ജനങ്ങളുടെ പ്രതിനിധിയാണ്, അവർക്ക് സംശയമുണ്ട് എൻ്റെ മകൾക്ക് തെറ്റുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം 100% അന്വേഷണത്തിന് തയ്യാറാവണമെന്നും അവളെ തള്ളിപ്പറയണം. അത് മകളെ അച്ഛൻ തള്ളിപ്പറയുന്നത് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അവിടെ മകളെ അച്ഛൻ തള്ളിപ്പറയുന്നത് തന്നെ വിശ്വസിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. ശ്രീരാമൻ സീതയെ തള്ളിപ്പറയുന്ന സാഹചര്യം വരുന്നത് വലിയൊരു വിഭാഗം സീതയുടെ ശുദ്ധിയെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ തൻ്റെ ഭാര്യ ശുദ്ധിയുള്ളവളാണ്, 100% അയാൾക്കറിയാം. പക്ഷേ തൻ്റെ ജനത്തിൻ്റെ അത് ബോധ്യപ്പെടുത്തണം. അദ്ദേഹം ഭരണാധികാരിയാണ്. അങ്ങനൊരു രാവണൻ എന്താ ചെയ്തത്? വല്ലവൻ്റെയും ഭാര്യയെ, നമ്മുടെ നാട്ടിൽ വല്ലവൻ്റെ ഭാര്യയെ മോഹിച്ച് അവളെ തട്ടിക്കൊണ്ടുപോയി അവളെ വെച്ച് പൊറുപ്പിച്ച് അത് മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്ത് മാനസികാവസ്ഥയിലാണ് ഇവർ ജീവിക്കുന്നത്?
ഇവിടെയാണ് ഞാൻ ഈ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ചോദ്യം ഇനി ഒരു ചെയ്യുന്നതിനൊപ്പം കാര്യം കൂടെ കൂട്ടത്തിൽ ഒന്നുകൂടെ പറയാം, അതിനുശേഷം ഞാൻ രോഹന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരാം. ദളിതരുടെ DNA-യിൽ പഠിക്കാനുള്ള ഇല്ല എന്ന് പറയുന്നു. ആ വിവരം കെട്ട അരുൺകുമാർ എന്ന് പറയുന്ന അയാൾ പ്രൊഫസറാന്നാണ് പറയുന്നത്, കറക്റ്റ് എന്ന്. ആ ഇന്റർവ്യൂ ഒന്ന് രോഹൻ കേട്ടിരുന്നത്. ലോകത്ത് ആരെന്തോ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാത്ത അരുൺകുമാർ ഇളിച്ചോണ്ട് ഇയാളിത് പറയുമ്പോൾ പറയാണ് കറക്റ്റാണ്, കറക്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. കറക്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്. സാഹചര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞു, അതൊരു പക്ഷേ ഇന്റർജനറേഷണൽ അല്ലെങ്കിൽ അതിന്റെ പ്രിവിലേജുകൾ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, അതിന്റെ ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സമ്പത്തിന്റെ ആണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അത്തരത്തിലുള്ള എപ്പോഴും പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ അതായത് ഒരുവൻ ജനിച്ചത് കൊണ്ട് താഴ്ന്നവനാണെന്നാണ് അവിടെ വേണം പറയുന്നത്. ഇത് ധാരാളം വാക്കാണ്. ജനിച്ചതിന്റെ ഫലമായിട്ട് DNA-യിലൂടെ ജീനിലൂടെ അവന് പഠിക്കാനുള്ള കഴിവില്ല, അവൻ കൊള്ളരുതാത്തവനാണ്, അവൻ ഇത് പഠിച്ചാൽ മനസ്സിലാകാത്തൊരുത്തനാണെന്നാണ് അവിടെ വേണം പറഞ്ഞിരിക്കുന്നത്. അഖിൽമാരാർ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഒരു കാര്യം ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ എനിക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, ഞാനൊരു സ്വർണ്ണത്തളികയിലും ജനിച്ചു വീണ ഒരാളല്ല. ഏതാണ്ട് ഒരു 7 or 8 വാടക വീടുകളിൽ കിടന്ന് താമസിച്ച്, അത് ദളിത് കോളനികളിൽ 3 വർഷം താമസിച്ച് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഓലപ്പെരയിൽ വയലിലെ ഒരു വീട്ടിൽ, എല്ലാ മഴക്കാലത്തും വെള്ളം കയറുന്ന ഒരു വീട്ടിൽ, എല്ലാ മഴക്കാലത്തും വല്ലവരുടെയും പശുത്തൊഴുത്തിലും അല്ലെങ്കിൽ ചായ്പിലും പോയി അഗതിയായിട്ട് 3 മാസക്കാലം മഴക്കാലം എന്നൊക്കെ വന്നു ആ സമയത്തൊക്കെ കിടക്കേണ്ടി വന്നൊരു സാഹചര്യത്തിൽ സ്കൂളിൽ ടോപ്പറാണ് ഞാൻ. എൻ്റെ അവിടെ ഞാൻ ചിന്തിക്കുന്നറിയോ, എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും അഭിമാനം കിട്ടുന്നില്ല, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ സമൂഹത്തിൻ്റെ പുച്ഛം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ആകെ നമ്മുടെ മുമ്പിൽ ഒരൊറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് അഭിമാനം ഉണ്ടാവണമെങ്കിൽ പഠിച്ചേ പറ്റൂ. ആകെ എൻ്റെ കുടുംബം അഭിമാനിച്ചത് ഞാൻ പഠിക്കുന്ന മകൻ എന്ന നിലയിൽ മാത്രമാണ്, അല്ലാതെ ഒരു സ്ഥലത്ത് നമുക്ക് അഭിമാനമില്ല. കാര്യം നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് താഴെത്തട്ടി കിടക്കുക. ഇനി ഒരു കാര്യം കൂടെ, പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അഖിലിനൊപ്പം എന്തിന് മാരാര് വാല് വെച്ചു എന്ന്. ഈ നായന്മാരിലെ മാരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. എൻ്റെ ഞാൻ ആദ്യം സിനിമ എടുത്തത്, എൻ്റെ പേര് അഖിൽ കോട്ടാത്തലെന്നായിരുന്നു. അതിൽ നിന്ന് ഞാൻ സിനിമയിലേക്ക് വന്ന സമയത്ത് ന്യൂമറോളജി പ്രകാരം ജോജി ചേട്ടനും എൻ്റെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ എടാ ഷാപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ പേരിടാതിരിയടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിന്തിച്ച് അങ്ങനെ പല പേരുകൾ ആലോചിക്കാം. അപ്പോൾ അച്ഛൻ്റെ പേര് അഖിൽ രാജേന്ദ്രൻ ഇടണോ, അഖിൽ അപ്പൂപ്പൻ്റെ പേര് അഖിൽ ഭാസ്കർ ഇടണോ, അമ്മൂമ്മയുടെ പേര് സരസമ്മ സരസ് ഇടണോ, അഖിൽ സരസ്, അങ്ങനെ 4-5 പേരുകൾ കണ്ടെത്തി ന്യൂമറോളജിയിൽ നിന്ന് ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന പേരിലേക്ക് എത്തുന്നു. അത് മമ്മൂക്കയുടെ നന്ദഗോപാൽ മാരാറിന്റെ ഒക്കെ ഒരു ഗമയം കൂടെ വെച്ചിട്ടാണ് മാരാറിന്. ആ വാലിന് അത്രത്തോളം ഒരു പവർ വരുന്നുണ്ട്. ചേർക്കേണ്ടതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ പേരിന് ഇത്രത്തോളം അത് പവർ ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം അഖിൽമാരാർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കോട്ടത്തല മാറിയിട്ട് മാരാറായത്. ഇവിടെ ബേഡന്റെ വിഷയത്തില് മാരാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും ജനിക്കുന്നത് ഏത് കുലത്തിലാണെങ്കിലും ഏതവന്റെ മകനാണെങ്കിലും എവിടെ ജനിച്ചു എന്നതിലല്ല, അവൻ പഠിച്ച അല്ലെങ്കിൽ അവൻ കാണിക്കുന്ന സ്വഭാവത്തിന്റെയും ഗുണത്തിന്റെയും ആണ് സൃഷ്ടിക്കുന്നത് ഏതാണ് കുലം എന്നുള്ളത് അല്ലെ. അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് അതാണ് അവന്റെ കുലം, അവന്റെ ജാതിയെങ്കിലും. അഖിൽമാരാറിന്റെ ജാതി ഏതപ്പോ? അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും മനുഷ്യജാതിയാണ്. പക്ഷേ സമൂഹത്തിൽ സർക്കാർ സൃഷ്ടിച്ച വേർതിരിവുകളാണ് നമ്മളെയൊക്കെ ഓരോ ജാതിയിലേക്ക് കൊണ്ട് കെട്ടിയേക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ജാതി വരാൻ പറ്റില്ല. കൂടി ചെന്ന് കയറുന്ന ഉടനെ നമ്മൾ എഴുതി കൊടുക്കുകയാണ് നമ്മൾ ഇന്ന ജാതി. എന്റെ ചോദ്യത്തിൽ ഉത്തരവല്ല അത്. ഞാൻ ചോദിക്കുന്നത് അത്തരത്തിലാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഒരുവന്റെ ജാതി സൃഷ്ടിക്കപ്പെടുന്നെങ്കിൽ ശരിക്കും അഖിൽമാരാറിനെ കോട്ടത്തല മാറ്റി മാരാർ വെക്കേണ്ട ഒരു കാര്യമില്ല. അല്ലല്ല, ഞാൻ രോഹ അതാ പറഞ്ഞത്. ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ മാരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ പ്രൗഢിയുള്ള ജാതി അല്ല, ഇത് പറയാൻ മടിക്കുന്ന, അതായത് പറയാൻ പ്രൗഢിയുള്ള ജാതി അല്ല എന്ന് പറയുമ്പോഴും വെച്ചത് എന്തുകൊണ്ടായിരുന്നു, എവിടെ കൊണ്ടായിരുന്നു, മാറ്റം ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പം ഒരുവൻ SC വിഭാഗത്തിൽ ജനിക്കുകയാണെന്ന് വെച്ചോ, ST വിഭാഗത്തിൽ ജനിക്കുകയാണെന്ന് വെച്ചോ, അവൻ അഭിമാനത്തോടുകൂടി പറ, എന്താ പ്രശ്നം? അതാ പറയാമെന്നത്. എൻ്റെ ഒരൊറ്റ ബന്ധുക്കളും എൻ്റെ ബന്ധുക്കൾ പറഞ്ഞോണ്ടെന്നറിയോ, ഞാൻ സിനിമ എടുത്ത സമയത്ത്, ഞാൻ സിനിമ എടുത്തപ്പോൾ അഖിൽമാരാർന്ന് പേര് വെച്ചു. എൻ്റെ എല്ലാ ബന്ധുക്കളും, അതായത് അച്ഛൻ്റെ ബന്ധുക്കളും മൊത്തത്തിൽ പറഞ്ഞു അവൻ്റെ അമ്മ മാരാരാ, അച്ഛൻ നായരാ, അച്ഛൻ്റെ പേര് രാജേന്ദ്രൻ പിള്ളാന്നാ. ഒരൊറ്റ മാരാരന്മാരുടെയും വാലിന്റെ ഒപ്പം മാരാരില്ല. വളരെ അപൂർവങ്ങളായിട്ട് ഇപ്പൊ കരുണാകരൻ മാരാരാണ്, കെ മുരളീധരൻ മാരാരാണ്. പക്ഷെ ഇവരെല്ലാം കാര്യം NSSൽ മാരാർ സമുദായം ചേർന്നതോടുകൂടി മാരാറിന്
ഐഡന്റിറ്റി ഇല്ലാതായി പോയി. വാര്യർമാർക്ക് സെപ്പറേറ്റ് സഭയുണ്ടായി, വാര്യർ യോഗക്ഷേമ സഭ, ബ്രാഹ്മണ യോഗക്ഷേമ സഭ. പക്ഷെ മാരാർ NSSലാണ്. അതുകൊണ്ട് തന്നെ ഈ NSSനുള്ളിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട, കണ്ടാൽ പുച്ഛമാണ് ഇവർക്ക്. ആ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളതും. അല്ല, പക്ഷേ ഇത് ക്രെഡിറ്റ് അല്ല എന്നുള്ളത് അഖിൽമാരാർ പറയുന്നതിന്റെ ഒപ്പം തന്നെ പറയാതെ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. എന്ത്? ഇവർക്ക് കൃത്യമായിട്ട് കിട്ടുന്ന പ്രിവിലേജുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ അച്ഛൻ, അതായത് പേരിന്റെ ഒപ്പം മാരാർ വെക്കുമ്പോ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നായരാടാ, അവന്റെ അമ്മയാണ് ഇത് മാരാറ്, അത് പറയാൻ എനിക്ക് മടിയുണ്ട് എന്നുള്ളത്. അല്ല, ഇപ്പൊ കൃത്യമായിട്ട് ബന്ധുക്കള്, അപ്പൊ കൃത്യമായിട്ട് നാണക്കേട്. അതെ, ഇവൻ നമ്മളെ ബന്ധു എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ സിനിമാ സംവിധാനം ആയതുകൊണ്ട് ബന്ധു എന്ന് പറയാൻ കൃത്യമായിട്ട് അതിൽ അതെ. അപ്പോൾ വ്യക്തമായിട്ട് ഇതിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഇത്? സവർണർ എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഉന്നത കുലരാണെങ്കിലും ഇത്രത്തോളം പ്രിവിലേജുകൾ കിട്ടുന്നുള്ളത് അഖിൽമാരാർ പറയാതെ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാൻ അതിലേക്ക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. ഇപ്പൊ കൃത്യമായിട്ട് അഖിൽമാരാർ തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ആ എഴുതിയ സ്റ്റേറ്റ്മെന്റുകളിലെ വന്ന വരികളായിരുന്നു കൃത്യമായിട്ട്, നന്നായി പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഏതൊരാൾക്കും ബ്രാഹ്മണ ഗുണമാണ്. അപ്പൊ അല്ല, പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ അഖിൽമാരാറിന്റെ സ്റ്റേറ്റ്മെന്റിലാണ് അവരിൽ കൃത്യമായിട്ട് വരുന്നത്. അതിനൊപ്പം തന്നെ പോരാട്ട വീരം ധീരതയും നാടിന് നയിക്കാനുള്ള ശേഷിയും ഒരുവനെ ക്ഷത്രിയനാക്കുന്നു എന്നുള്ള രീതിയിലേക്ക്, ഗുണവും കഴിവ് കൊണ്ടും കയ്യിരിപ്പ് കൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത തമോ ഗുണ സ്വഭാവം ഉള്ളവർ ശൂദ്രഗണത്തിലും പെടുന്നു എന്നുള്ളത് അല്ലെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ഓരോ ഗണത്തിൽ പറഞ്ഞുകൊണ്ട് അവിടുത്തെ മേൽജാതിയെയും അല്ലെങ്കിൽ കീഴ്ജാതിയെയും എവിടെ കൃത്യമായിട്ടുള്ള പ്രിവിലേജുകൾ സംഭവിക്കുന്നു എന്നുള്ളത് പറയാതെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. DGP അത് ഒരു ജാതിയായിട്ട് എടുത്തോളൂ, SP ഒരു ജാതിയായിട്ട് എടുത്തോളൂ, SI ഒരു ജാതിയായിട്ട് എടുത്തോളൂ. ഈ 3 ജാതി ഒരാൾക്ക് ലഭിക്കുന്നത് കഴിവിന്റെ അടിസ്ഥാനത്തിലല്ലേ? അതെ. അതേപോലെ ഞാനും പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ലത്, കൃഷ്ണൻ പറഞ്ഞതാണ്. അതായത് ഈ പഠിക്കാനും പഠിപ്പിക്കാനുള്ള കഴിവ് ബ്രാഹ്മണനാക്കുന്നു എന്ന് അഖിൽമാരാർ പറയുന്നു. എന്ന് പറയുന്നത് ഞാൻ അതിൽ കൂട്ടിച്ചേർത്തോട്ടെ. ഇപ്പൊ പറഞ്ഞൊരു ഉപമ വെച്ചുകൊണ്ട് പറയുന്നു. ഇപ്പൊ ഉപമ പറഞ്ഞു, ഈ DGP ആവുന്നു, SP ആവുന്നു, DSP ആവുന്നു, അത് കഴിവുകൊണ്ടാണ് ആവുന്നതെന്ന് പറയുന്നു അല്ലെ. ഈ കഴിവുകൊണ്ട് ആ പൊസിഷനിൽ എത്താൻ പറ്റുന്നു. ഒരു ജാതിയുടെ കാര്യത്തിൽ അത് താരതമ്യം ഒരു ഇതിലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ വരികൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള ബ്രാഹ്മണനാക്കുന്നെങ്കിൽ ഇത്രത്തോളം പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള അഖിൽമാരാറിനെ ഒരു ബ്രാഹ്മണനായി കണ്ടിട്ട് ശബരിമല മേൽശാന്തിയാക്കുമോ? ഇവിടെ ജാതി നമ്മുടെ സർക്കാർ സൃഷ്ടിപ്പിച്ചിട്ട് വെച്ചത് എങ്ങനാ? ആരുടെ മകനായി ഏത് കുലത്തിൽ ഒരുവൻ ജനിക്കുന്നു, ഇതാണ് ഒരുവന്റെ ജാതി. അതായത് ഇപ്പം എൻ്റെ അച്ഛൻ ദളിതനാണെങ്കിൽ ഞാനും ദളിതനാണ്. പക്ഷെ എൻ്റെ അച്ഛൻ ഗുണം കൊണ്ട് ബ്രാഹ്മണനായേക്കാം. ഇത് ആരാ പറഞ്ഞത്? ഇത് കൃഷ്ണൻ ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞതിനെ കഴിവുകൊണ്ട് പഠിച്ച് നേടിയതിനായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. നേരത്തെ ഈ DGP സമൂഹത്തിൽ നമുക്ക് വേർതിരിവുകളില്ലേ? എല്ലാ മേഖലയിലും വേർതിരിവുകളില്ലേ? മുതലാളി തൊഴിലാളി തൊട്ട് ഈ വേർതിരിവുകളുണ്ട്. ഗുണത്തിന്റെ അടിസ്ഥാനത്തിലും ഈ വേർതിരിവുകളുണ്ട്. മൃഗങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക. ഈ നമ്മൾ എല്ലാത്തിലും കയറി അങ്ങ് തുല്യത പറഞ്ഞുകൊണ്ട് കിടക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഡ്ഢിത്തരം. ഇത് പറയാത്തതും ബോധമുള്ളതും ഇക്കാര്യത്തിലും മൃഗങ്ങൾക്കാണ്. മൃഗങ്ങൾ തുല്യത പറയാറില്ല. പോത്ത് പോയി 4 കാലേ ഉള്ളെന്ന് പറഞ്ഞ് സിംഹത്തിനോട് പറയത്തില്ല നമ്മൾ 2 ഈക്വലോ എന്ന് പറയത്തില്ല. മനുഷ്യർക്കിടയിലും ഈ പ്രശ്നമുണ്ട്. നമ്മൾ 2 കാലും ഇരുകാലികളാണെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ആരും തുല്യരല്ല. ഇവിടെ ആണും പെണ്ണും തുല്യരാണെന്ന് പറഞ്ഞിട്ട് നടക്കും. നിയമത്തിന്റെ മുന്നിൽ പോലും ഇവരാരും തുല്യരല്ല. ഇപ്പൊ സർക്കാർ തന്നെയാണ് സൃഷ്ടിച്ചു വെച്ചേക്കുന്നത് മുന്നോക്ക ജാതി, പിന്നോക്ക ജാതി. അതിന് ഒരു മന്ത്രിയെ സൃഷ്ടിക്കുന്നു. സർക്കാർ പോലും ഈ മനുഷ്യരെ വേർതിരിച്ചാണ് കാണുന്നത്. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് അവർക്ക് ജാതിയും മതവും ഒന്നുമില്ല. ഇന്നത്തെ നല്ല കേട്ടോ, കുറെ കാലങ്ങൾക്ക് മുന്നേ തന്നെ എടുക്കാം. അതൊക്കെ പലർക്കിടയിലും പോയി. പിന്നെ ഇത് ഉണ്ട്, കുറച്ച് പഴയ തണ്ട് കൊണ്ട് നടക്കുന്ന, പ്രത്യേകിച്ച് ഒരു മെച്ചവും ഉണ്ടാക്കാൻ പറ്റാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവർക്ക് ആകെയുള്ള മെച്ചം ഞങ്ങൾ എന്തോ കൊമ്പത്തെ ജാതി ജനിച്ചവരാണ്. കാരണം ഇവന്മാരെ കൈ പൈസയില്ല, സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു വിലയുമില്ല. ഈ വിലയില്ലാത്ത ഒരു വിഭാഗം സ്വയം സൃഷ്ടിച്ചങ്ങെടുത്തു ഞങ്ങൾ ഇവിടുത്തെ എന്തോ വലിയ ജാതിക്കാരാണ്. ആ ജാതിയുടെ സ്വയം പ്രിവിലേജിൽ ഇവന്മാർ സ്വയം ആശ്വസിച്ച് കഴിയുന്നതല്ലാതെ ഇവർക്കൊന്നും ആരും ഒരു വിലയും കൊടുക്കാറില്ല. എൻ്റെ നാട്ടിൽ ദളിത് വിഭാഗത്തിലുള്ള ഒരു SI വന്നാൽ അവിടുത്തെ ബ്രാഹ്മണൻ അയാളുടെ മുന്നിൽ പോയിട്ട് എന്താ സാറേ എന്നേ ചോദിക്കൂ. അതിന് വേണ്ടിയിട്ട് വളരുക എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഞാൻ ദളിതനാണ്, നീ നായരാണ്, നീ മറ്റവനാണ്, ആണേൽ എനിക്കൊരു കോപ്പുമില്ല എന്നൊന്നും പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുകയല്ല വേണ്ടത്. താഴെ തട്ടിലുള്ള ഓരോരുത്തരെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. തുടക്കം നമ്മുടെ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ അഖിൽമാരാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞിരുന്ന ശബ്ദം ഒരാളും കേട്ടിരുന്നില്ല. എൻ്റെ ബിഗ് ബോസ് വിന്നർ ആയതിനു ശേഷമാണ് എന്നെ കൂടുതൽ പേരിലേക്ക് കേട്ടുന്നതും സ്വീകരിക്കുന്നതും. അതിലെ പ്രിയ സത്യങ്ങളുണ്ടാവും, അപ്രിയ സത്യങ്ങളുണ്ടായിരിക്കാം. ഈ മുമ്പ് കേട്ടിരുന്നില്ല എന്നതിനൊപ്പം തന്നെ താരതമ്യം ചെയ്തൊരു കാര്യമുണ്ട്. മുമ്പ് അഖിൽമാരാർ ഒരു പൊതു അല്ലെങ്കിൽ വേദിക്ക് അല്ലെങ്കിൽ ഉദ്ഘാടനത്തിനോ എന്തിനോ വിളിക്കുന്ന ഒരു പ്രതിഫലം എന്തായിരുന്നു? അല്ലെങ്കിൽ ബിഗ് ബോസ് വിന്നറിന് ശേഷം ആയതിനു ശേഷം സ്വീകാര്യത കിട്ടിയതിനു ശേഷം കിട്ടുന്ന ഒരു പ്രതിഫലം കുത്തനെ വരുന്നുണ്ട്. മാരാറിന് മാത്രം കഴിവാണ് അല്ലെ. അതിന് പിന്നിലൊരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയോ ഒന്നും സംഭവങ്ങളില്ല.
അതിൽ തന്നെ മലർ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ദുൽഖർ ഉണ്ടായിരുന്ന ഒരു വേദിയിൽ ഒരു സെൽഫി എടുക്കാൻ പോലും നിൽക്കാൻ പറ്റാത്തടത്ത് നിന്ന് അത്തരം ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു വേദിയിലേക്ക് ഉള്ള വളർച്ച എന്നുള്ളത് അവനവൻ്റെ ശ്രമം കൊണ്ട്. അപ്പം എവിടെയാണ് ഒരാൾക്കുള്ള ഒരു മാർക്കറ്റിനെ അല്ലെങ്കിൽ ഒരു വില നിശ്ചയിക്കുന്നതിനെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട ആയിട്ടാണെന്നുള്ളത് എങ്ങനെയാണ് കരുതാൻ പറ്റുന്നത്? അതാണ് അതിൽ വിയോജിപ്പ് വന്നത്. ഞാൻ ചിരിച്ചത് നീ എൻ്റെ വായി ഒന്ന് പിഴച്ചു പോയല്ലോ ആദ്യം ഞാൻ ചിരിച്ചത്. കാരണം നീ താരതമ്യം ചെയ്തത് ഭയങ്കര വിഡ്ഢിതരമല്ലേ. എവിടെയോ കിടന്ന അഖിൽമാരാര് റേപ്പ് കേസിലും കഞ്ചാവ് കേസിലും പിടിക്കപ്പെട്ടതിന് ശേഷം റേറ്റ് കൂട്ടിയതല്ല. അല്ല ഞാൻ അവിടെ കേസുകൾ എന്നുള്ള രീതിയിലേക്കുള്ള യോജിപ്പോ എമൗണ്ടിന്റെ കേസാണ് പറഞ്ഞത്. അതായത് അത് ഞാൻ എന്താ ചെയ്തത്, ഈ എവിടെയോ കിടന്ന് പരിഹസിക്കപ്പെട്ട അഖിൽമാരാറ് സിനിമയ്ക്ക് പിന്നാലെ അലഞ്ഞു, ഒരു തിരക്കഥ എഴുതി, അത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞു, അയാളെ കൺവിൻസ് ചെയ്തു, അത് നിൽക്കാൻ വേണ്ടി ഒരു നിർമ്മാതാവിനെ കൺവിൻസ് ചെയ്തു, പലരിടത്തും കൺവിൻസ് ചെയ്ത് അത് കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ കൃത്യമായിട്ട് ഇറക്കി സംവിധായകനും തിരക്കഥാകൃത്തുമായി മാറി. സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും നിരവധി തവണ ചാനൽ ചർച്ചകളിൽ വന്നു. അതിലൂടെ വിവാദമോ അല്ലാതെയോ ഈ ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു, അവിടുത്തെ ഇൻ്റർവ്യൂവിൽ മനോഹരമായി അറ്റൻഡ് ചെയ്യുന്നു, അതിലൂടെ ബിഗ് ബോസിൽ കയറുന്നു. 7% വോട്ട് 82% വോട്ടാക്കി മാറ്റി. എതിർത്ത ആൾക്കാരെയൊക്കെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച് തിരിച്ചിറങ്ങി വന്നതിന് ശേഷമാണ് ഞാൻ ശമ്പളവും പൈസയും കൂട്ടി മേടിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് ഞാൻ പണം വാങ്ങാൻ തുടങ്ങിയത്. വേടനെ സംബന്ധിച്ച് വേടൻ പുതിയതായിട്ട് ഒരു പാട്ടും ചെയ്ത് ഹിറ്റാക്കിയിട്ടല്ല കാശ് കൂട്ടിയത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഹിറ്റായതൊക്കെ തന്നെ ഈ കേസിന് മുന്നേ ആയിരുന്നു. അദ്ദേഹത്തെ ജനം സ്വീകരിച്ചതൊക്കെ തന്നെ ഈ കേസിന് മുന്നേ തന്നെ ഓൾറെഡി വലിയൊരു ഓഡിയൻസ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സ്വീകാര്യനായിട്ടുള്ള കേരളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന റാപ്പറായിരുന്നു. ഇപ്പം മഞ്ഞുവെല്ലിയൊക്കെ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ, കുതന്ത്രതന്ത്രം ആ പാട്ടൊക്കെ. അതുപോലെ ഞാൻ പലതും കേട്ടിട്ടില്ല, പക്ഷേ പലതും കുട്ടികൾക്കിടയിൽ ഭയങ്കര ചർച്ചയായിട്ടുള്ള പാട്ടുകളാണ്. ആ വേടൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം റേറ്റ് കൂട്ടുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? റോഹൻ പറ. ആ ആൾക്കൂട്ടം പാട്ടിലൂടെ ഉണ്ടായ ആൾക്കൂട്ടമാണോ, കേസിലൂടെ ഉണ്ടായ ആൾക്കൂട്ടമാണോ, കലയിലൂടെ ഉണ്ടായ ആൾക്കൂട്ടമാണോ, രാഷ്ട്രീയത്തിലൂടെ ഉണ്ടായ ആൾക്കൂട്ടമാണോ? ഈ കലയുടെ ഉണ്ടായ ആൾക്കൂട്ടത്തിനൊപ്പം തന്നെ വിവാദം കൂടിയതിന് കാരണമായിരുന്നു. കേസായിരുന്നു. അപ്പൊ അതിൽ ഞാൻ പറയുന്നത് ആ ഒരു കേസ് കൊണ്ട് ഇവിടെ ക്യാഷ് കൺവേർട്ട് ആവാൻ കാരണം പുറത്ത് അയാൾക്ക് വേണ്ടി അനുകൂലിച്ച് സംസാരിച്ച മറ്റൊരു വിഭാഗം, വേടൻ അറിയാതെ വേടനെ അനുകൂലിച്ച ഒരു വിഭാഗം, അവർക്ക് അജണ്ടകൾ ഉണ്ടാവാം. അതില്ലെന്ന് എനിക്ക് റോഹൻ എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ വരുന്ന അവർ വേടനെ മുൻനിർത്തി ഹിന്ദുക്കൾക്കിടയിൽ ഭയങ്കരമായ ഇവിടെ വരുന്ന സംഘാടകരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അജണ്ടകളോ ഉണ്ടെങ്കിൽ ഒരാൾ വിളിച്ച് ഇവിടെ വരുന്ന ജനോപലക്ഷങ്ങൾ ഇത്രയും ആളുകൾ കൂടിച്ചേരുന്നത് അല്ലെ പല സ്ഥലത്ത് ഏതെങ്കിലും കൃത്യമായ ഒരു സ്ഥലത്തല്ല ഇത്ര ആളുകൾ കൂടുന്നത് അല്ലെ, ഇത്രയും സ്ഥലങ്ങൾ വരുന്നത് വേടന്റെ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ വേടന്റെ ഇത്ര അജണ്ടകൾ നോക്കിയിട്ടോ ഒന്നും പാട്ട് തന്നെയാണ്. ഇത് ആസ്വദിക്കുക എന്നുള്ളതാണ്. ആ ഒരു റാപ്പ് സിംഗറായിട്ട് കാണുക എന്നുള്ളത് മാത്രമാണ്. ആ സിംഗറായിട്ട് ഒരു ആസ്വാദകനായിട്ട് ഒരു കലാകാരൻ ജനങ്ങളുടെ ഇടയിൽ വളരുന്നുണ്ടെങ്കിൽ അത് അവനവന്റെ കഴിവ് തന്നെയാണ് അല്ലെ. അതിനെയാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലൊരു കഴിവിൽ ഇത്രത്തോളം സ്വീകാര്യത കുറച്ചു കാലം കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ അവനവന്റെ റിമുനറേഷൻ എത്രയാണെന്നുള്ളത് കൂട്ടുനികുതും അതിൽ മാത്രമാണ് എന്റെ പോയിന്റ്. അല്ലാതെ ഒരു ആളുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിട്ടും ഇത്ര സ്വീകാര്യം അതിനെ പറ്റിയല്ല സംസാരം. അത് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞത് അതായത് ഇപ്പോൾ ജോജു ജോർജിന്റെ കേസ് തന്നെ എടുത്താൽ വളരെ ചെറിയ പൈസയ്ക്ക് 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് അഭിനയിച്ചു തുടങ്ങി, പതിയെ ലീഡ് കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങി. ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ച് നടനായി അഭിനയിച്ച് ജനങ്ങൾക്കിടയിൽ ഒരുപാട് ശ്രദ്ധ നേടി. അതിനുശേഷം അയാൾ പറയുകയാണ് തനിക്ക് 1 കോടി രൂപ വേണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാം. അതേസമയം ഇതേ ജോജു ജോർജിന് ഒരു സുപ്രഭാതത്തിൽ ഒരു വിവാദം വരുന്നു, അല്ലെങ്കിൽ ഇനി ഇപ്പം പാട്ടിന്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഇപ്പം ഡബ്സി ഒരു സമയത്ത് കേരളത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ച ഒരു പാട്ടുകാരനായിരുന്നു ഡബ്സി. ഞാനും ഡബ്സിയും ഖത്തറിൽ ഞങ്ങൾ ഒരുമിച്ചൊരു വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നും ഖത്തറിൽ പോലും ഭയങ്കര ആൾക്കൂട്ടത്തെ എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു പാട്ടുകാരനാണ് ഡബ്സി. ഡബ്സിയെ ഒരു പർട്ടിക്കുലർ കേസിൽ പിടിക്കപ്പെടുന്നു എന്ന് വെച്ചോളൂ. പുറത്ത് കേസ് പിടിക്കപ്പെട്ട് ഡബ്സിയെ കൊണ്ട് പോലീസ് പല സ്ഥലത്തും പോകുമ്പോഴത്തേക്കും ഒരു സ്വരം പുറത്ത് ഉയരുകയാണ്, മുസ്ലിം ആയതുകൊണ്ട് ഡബ്സിയെ ഉപദ്രവിക്കുകയാണല്ലോ, മുസ്ലിം ആയതിൻ്റെ പേരിൽ ഡബ്സിയെ വേദനിപ്പിക്കുകയാണല്ലോ, മുസ്ലിങ്ങളുടെക്കെതിരെ നടത്തുന്ന ഒരു നരവേട്ടയല്ലേ ഇത് എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഒരു ശബ്ദം ഉയരുകയും ഇതൊരു വിഭാഗം ഏറ്റുപിടിക്കുകയും എതിർക്കാൻ വരുന്നവൻ അതപ്പം ഒരു ഹിന്ദു ഒരുത്തൻ ചോദിക്കുകയാണ്, എൻ്റെ പൊന്ന് ചേട്ടാ അവനെ കേസിൽ പിടിക്കപ്പെട്ടതിൻ്റെ പേര് നിങ്ങൾ എന്ത് മുസ്ലിം എന്ന് പറഞ്ഞാൽ എടാ വർഗീയവാദി തെണ്ടി നീ സംഘി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇതിനെ അനുകൂലിച്ചില്ല എന്നുള്ള പേര് വേറൊരുത്തൻ എതിർക്കാനിവിടെ തുടങ്ങുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഡബ്സി നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഡബ്സി എന്ന് പറഞ്ഞാൽ ഡബ്സി ക്ഷമിക്കണം, ഞാനൊരു ഉദാഹരണം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ അയാൾ നോക്കുമ്പോൾ ഇത് കൊള്ളാലി പരിപാടി എന്നാൽ ഇനിയൊന്നും ആലോചിക്കാല്ലേ, ഞാൻ ആ മുസ്ലിങ്ങളെ രക്ഷകൻ എന്ന് പറഞ്ഞ് അയാൾ പുറത്തിറങ്ങി രാഷ്ട്രീയം പറയാൻ തുടങ്ങിയാൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. ഞാൻ വേടം പാടുക, വേടം കാശ് മേടിക്കുക, അത് 5 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയോ മേടിക്കുക. ഇപ്പം നമ്മുടെ ഹനുമാൻ കൈൻഡ് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന റാപ്പറാണ് കേരളത്തിൽ നിന്നുള്ള, ആ രീതിയിൽ അദ്ദേഹം പോട്ടെ. പക്ഷേ
ഒരു കേസ് വന്നതും ആ കേസിന് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. വളരെ മര്യാദയ്ക്കുള്ള സംസാരമായിരുന്നു അതൊക്കെ തന്നെ. പിന്നെ വന്നിരുന്നിട്ട് ഇപ്പോൾ രാമനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാമനെ അറിയില്ലെന്ന് പറയേണ്ട കാര്യം എന്താണ്? അപ്പോൾ അത് ആരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം. ഇപ്പോൾ എന്നോടൊരു അഭിപ്രായം ചോദിക്കണം, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് അഖിലിൻ്റെ അഭിപ്രായം? എന്നെ സംബന്ധിച്ച് ഇത് രണ്ടും രാജ്യങ്ങൾ മാത്രമാണ്, രണ്ട് രാജ്യത്തെ ജനത മാത്രമാണ്. അല്ലാതെ ഇപ്പുറത്ത് ജൂതരില്ല, ഇപ്പുറത്ത് മുസ്ലിമില്ല. യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നാലും എന്നെ സംബന്ധിച്ച് അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഇനി ഇന്ത്യയെ അനുകൂലിക്കുന്ന രാജ്യം വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് എന്ത് പ്രശ്നം വന്നാലും ഒപ്പമുണ്ട് എന്നും ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഞങ്ങളെ കൂടി ആക്രമിക്കുന്നത് പോലെ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞ ലോകത്തിലെ സാങ്കേതിക വിദ്യ കൊണ്ട് ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായ ഇസ്രായേലാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തള്ളിപ്പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ജനത, അതിന് ഞാൻ ഇനി കരയാൻ തുടങ്ങാമെന്ന് വെച്ചോ. ഞാൻ ഗാസയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നെങ്കിൽ, സൊമാലിയയിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നെങ്കിൽ, ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നുണ്ട്, യുക്രൈനിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നുണ്ട്. ഇതൊക്കെ ലോകത്തിന്റെ പല കോണിലും നടക്കുന്നുണ്ട്, പല കോണിലും. ഇപ്പൊ ഇറാനിലും ഒക്കെ. പക്ഷെ വേടനെ സംബന്ധിച്ച് അവിടെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. കേരളത്തിൽ ഏത് മാറ്ററാണോ ഇവിടെ ഏറ്റവും കൂടുതൽ ആളിക്കത്തി ചർച്ചയായിട്ടുള്ളത്, ആ മാറ്ററുകളെല്ലാം കൃത്യമായ രാഷ്ട്രീയത്തിലൂടെ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. മോദിക്കെതിരെ വേടൻ 1000 പ്രാവശ്യം പറഞ്ഞോ, പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% അനുകൂലിക്കാം. സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ആണ് വേടൻ പറയുന്നതെങ്കിൽ ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ സംഘപരിവാർ വിരുദ്ധ ശക്തികളെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ബോധപൂർവം രാജ്യത്തിൻ്റെ, ഇപ്പം രാമൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഇതിഹാസത്തിൽ, ഇപ്പം ഇവിടെ ജീവിച്ചിരുന്നോ ചരിത്ര പുരുഷനോ എന്നൊന്നും ഞാൻ ഇപ്പം അതിനോടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രാമൻ എന്ന് പറയുന്നത് രാജ്യത്തെ ജനത്തിൻ്റെ വലിയൊരു വികാരമാണ്. രാമക്ഷേത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു സങ്കല്പം, ഒരു ക്ഷേത്രമായിരുന്നു. ഇവിടുത്തെ മതങ്ങൾക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, രാമനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരായിരിക്കും അനുകൂലിക്കുന്നത്? ബാബറി മസ്ജിദ്, രാമക്ഷേത്രം തമ്മിൽ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണ്, എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വളരെ വർഗീയമായിട്ടുള്ള. ശരിക്കും ഈ വേടനെ വിമർശിച്ച് വേടൻ്റെ വരികളിലേക്ക് അപ്പുറത്തേക്കായിട്ട് അതൊരു ഇൻഡയറക്റ്റായിട്ട് രാഷ്ട്രീയ പാർട്ടിയോട് ഇടതുപക്ഷത്തിനോടുള്ള ഒരു വിയോജിപ്പും കൂടിയാണോ അത് തുറന്നു കാണിച്ചത്? ഇടതുപക്ഷ വിരുദ്ധനാണ് ഞാൻ, പക്ഷെ എന്ന് കരുതി ഇടതുപക്ഷം ചെയ്യുന്ന ശരികൾക്കെതിരെ പറയുന്ന ഒരാളാണ്. ശരിക്കും ആരാൻ്റെ രാഷ്ട്രീയം എന്താ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് രാഷ്ട്രീയം. അതായത് ഇപ്പൊ എന്തിനോടോ ഞാൻ അനുകൂലിക്കുന്നു, അതാണ് എൻ്റെ രാഷ്ട്രീയം, അത്തരത്തിലൊരു ചിന്തയുണ്ടോ? അപ്പൊ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ അടുത്ത സമയത്ത് ഒരു രാജ്യദ്രോഹ കേസിൽ പോലും പെട്ട ആളാണ്. അപ്പോൾ എന്നെ അതിനു മുമ്പ് വരെ പലരും സംഘീന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും. അത് ഓരോരുത്തർക്കും ഓരോ സമയത്തും അവരുടെ രാഷ്ട്രീയമായിട്ട് ചേർന്ന് നിന്നാൽ ഞാൻ അവരുടെ പാർട്ടി. അതായത് മാരാറിന് ശരിയെന്ന് തോന്നുന്നതാണോ മാരാൻ രാഷ്ട്രീയം, അതോ മാരാർക്ക് ഇഷ്ടമുള്ളവർക്ക് തോന്നുന്നത് എന്താണോ അതാണോ മാരാൻ രാഷ്ട്രീയം? എങ്ങനെ തോന്നുന്നു? ഞാൻ കണ്ടെത്തുന്ന എൻ്റെ കുറേ ശരികളുണ്ട്. അതായത് ഇപ്പം ദളിതരെ നമ്മൾ ഇവിടുന്ന് രക്ഷിക്കണം, ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ജാതീയ കാഴ്ചപ്പാടുകൾ ഇല്ലാതാക്കണം. അതിന് മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ ആരെങ്കിലും ഒരുത്തൻ മുന്നോട്ട് വെച്ചതായിട്ട് നിങ്ങൾക്കറിയാവോ? ഇവിടെ പുരോഗമനം പറഞ്ഞ്, ജാതിയുടെ പേരും പറഞ്ഞ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ പേരും പറഞ്ഞ്, അടിച്ചമർത്തപ്പെട്ടവൻ്റെ പേരും പറഞ്ഞ് മുതലാക്കുന്നതല്ലാതെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് 68 വർഷമായില്ലേ നമ്മൾ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം? ഈ നാളിതുവരെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നിർദ്ദേശം ഇവിടെ ആരെങ്കിലും പറഞ്ഞു? എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. ഒരു നായരും ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളും തമ്മിൽ കല്യാണം കഴിച്ചാൽ ഉണ്ടാവുന്ന കുട്ടിക്ക് ഏത് ജാതി പറയും? ആ കുട്ടിയെ ആരോട് ഏത് ജാതി പറയും? മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ജാതിയിലുള്ള മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അത്തരം മിശ്ര വിവാഹങ്ങൾക്ക് സർക്കാർ സംവരണം കൊടുക്കണം, ഗ്രാൻഡ് കൊടുക്കണം. അതായത് ഏതെങ്കിലും ഇപ്പം അങ്ങനെ വരുമ്പം ഒരു കെവിനും നീതു ഉണ്ടാവില്ല. ആ ഒരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സർക്കാർ പറയണം ഞങ്ങൾ ആ കല്യാണം നടത്തി തരും. അതിനായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ, എനിക്കറിയാം നിങ്ങൾ ഇത്തരത്തിൽ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ സപ്പോർട്ട് ചിലപ്പോൾ കിട്ടത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ സർക്കാർ തരാൻ തയ്യാറാണ്. കേരള സമൂഹത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജാതി മറന്ന് വിവാഹം കഴിക്കും. വർഷത്തിൽ എന്നുള്ള രീതിയിലേക്കുള്ള എന്ന് പറയുമ്പോൾ ഈ വർഷക്കാലം അത്രയും തുടർഭരണം ഉണ്ടായിരുന്ന ഇടതുപക്ഷമല്ല. തുടർഭരണം ഭരിക്കൊന്നും വേണ്ട. അപ്പൊ ഞാൻ 5 വർഷത്തിൽ ഭരണം മാറിപ്പോയിട്ടുണ്ട്. ഈ 5 വർഷത്തിൽ ഭരണം മാറാതെ പോയത് കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രമാണ്, അല്ലെ? കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ്. അപ്പൊ ഇതിനു മുമ്പ് മാറി എപ്പോഴെങ്കിലും മറ്റു പാർട്ടികൾ എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് ഏകീയമായിട്ട് അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് ഒരു പാർട്ടിയെ മാത്രം വിമർശിക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളാണ് ദളിതരുടെ രക്ഷകർ, ഞങ്ങളാണ് ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ രക്ഷകർ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് വോട്ട് പിടിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്.
അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ കാലങ്ങളായിട്ട് അവർ അഴിമതിക്കാരാണ്. അവർക്ക് ഇടയിൽ അവർക്ക് കൂടുതൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഈ പറഞ്ഞ സമൂഹത്തിലെ അപ്പർ കാറ്റഗറി പെടുന്ന ആൾക്കാരാണ്. ആരെ അനുകൂലിക്കുന്നു, ആർക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുന്നു, ആർക്ക് വേണ്ടി ഇവർ എന്ത് ചെയ്തു, അതാണല്ലോ ചോദ്യം. ഇനി അടുത്ത എൻ്റെ ഒരു ചോദ്യം വെല്ലുവിളിയാണ് കേട്ടോ. ഇത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കണം. 1 വർഷം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. നമ്മൾ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ മേൽജാതി കീഴ്ജാതി അല്ലെങ്കിൽ ദളിതൻ മറ്റവനെന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൽ വേർതിരിവ്. ഈ വേർതിരിവ് സർക്കാർ സൃഷ്ടിച്ചതിൻ്റെ ഫലമായിട്ടും മാറ്റം കൊണ്ടുവരേണ്ട രാഷ്ട്രീയ പാർട്ടി സൃഷ്ടിച്ചതിൻ്റെ ഫലമായിട്ടും സംവരണം നിയമസഭയിൽ കൊടുക്കുന്നുണ്ട്. സംവരണ സീറ്റിലല്ലാതെ ഒരു ദളിതനെ ഒരു ജനറൽ സീറ്റിൽ നിർത്താനുള്ള ധൈര്യം ഇന്നാട്ടിലെ ഇടതുപക്ഷത്തിനുണ്ടോ? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജനറൽ സീറ്റിൽ ദളിതനെ നിർത്തി മത്സരിപ്പിച്ചിട്ട് ഞങ്ങൾ ജയിപ്പിക്കും, ഇന്നാട്ടിലെ മനുഷ്യർക്ക് ജാതിയില്ല എന്ന് തെളിയിച്ച് വേടനെ മത്സരിപ്പിച്ചു. അപ്പുറത്ത് വേണമെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ല, സ്വതന്ത്രമായിട്ട് മത്സരിക്കാം. നമുക്ക് ജാതി ഇല്ലാതാക്കാൻ അങ്ങനല്ലേ പറ്റൂ. ജാതി ഇല്ലാതാവണമെങ്കിൽ എന്തു വേണം? താഴ്ന്ന ജാതിയാണെന്ന് തോന്നുന്ന ഒരുവന് തനിക്ക് ജാതിയില്ല എന്ന് തോന്നണമെങ്കിൽ അവൻ ജനറൽ കാറ്റഗറിയിൽ തന്നെ പോയി നിൽക്കണം. അവിടെ ജയിക്കുമ്പോഴേ അവന് അഭിമാനം ഉണ്ടാകത്തുള്ളൂ. അവനെ സമൂഹം സ്വീകരിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടി നമുക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോട് പറയാം, കേരളത്തിൽ മനുഷ്യർക്ക് ജാതിയില്ല.